ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക വെച്ചിട്ട് നല്ലൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. നന്നായിട്ട് പഴുത്ത ചക്കയാണിത്, അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിൽ ഒരു 10-12 ചുളയൊക്കെ ഉണ്ടാവും. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുവ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 6 ശർക്കരയാണ് ഇടുന്നത്. നല്ല മധുരം ആവശ്യമായതുകൊണ്ടാണ് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇനി അതിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിലധികം കല്ലൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് അരിച്ചെടുക്കണമെന്നില്ല. നിങ്ങളിൽ കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ അരിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് റവ ഒന്ന് ആവശ്യമാണ്. ഇതിലേക്ക് റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് മേടിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ വറുത്തെടുക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പോളം വരുന്ന തേങ്ങ ഇട്ടിട്ടുണ്ട്. എനിക്ക് തേങ്ങ 1 കപ്പോളം വേണമെങ്കിൽ 1 കപ്പോളം ഇട്ടെടുക്കാം. അതിലേക്ക് 3/4 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ലായനി ഇതിലേക്ക് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ശർക്കരയുടെ ഉരുക്കിയത് ബാക്കിയാവും. ഇവിടെ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, പൊന്തി വരാനും വേണ്ടിയിട്ടാണ്. ഇതിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലുണ്ടായിരുന്ന കുറച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലുള്ള കൺസിസ്റ്റൻസി കറക്റ്റ് ആവുക. ഈ ശർക്കരയുടെ പാനി നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ ആവുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സ്ക്വയർ മോൾഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിൽ ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 പുറത്തും വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഫ്രൈ പാനിലാണെങ്കിൽ ഇത്രയും ടൈം എടുക്കില്ല, ഒരു 20 മിനിറ്റോളൊക്കെ എടുക്കുള്ളൂ. പെട്ടെന്ന് ഇതാവും. പിന്നെ ഫ്രൈ പാൻ ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെക്കരുത്. എന്തെങ്കിലും ദോശത്തവ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് വേണം ഫ്രൈ പാൻ മേലെ വെക്കാൻ. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ബാറ്റർ ഈ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഇവിടെ ബേക്ക് ചെയ്യാനുള്ള നമ്മുടെ ഹോം മെയ്ഡ് ഓവൻ റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് മോൾഡൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഒരു കനത്തിന് എന്തെങ്കിലും വെച്ചെടുക്കുന്നതാണ് നല്ലത്. ആവി പുറത്തു പോകാൻ പാടില്ല. ഒരു 45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം.
അപ്പോഴും ആയിട്ടില്ലെങ്കിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 45 മിനിറ്റും പ്ലസ് 5 മിനിറ്റും കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഈ കേക്ക് റെഡി ആയിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ പറയാൻ മറന്നു പോയതാണ്, മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കാൻ. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമ്മളിതിൽ റവയും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുത്തി നോക്കിയപ്പോൾ നമ്മൾ ഈ കത്തിമ്മ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ചൂടായതിന് ശേഷം ഒന്ന് കമഴ്ത്തി കൊടുക്കാം. വേണ്ട അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് തന്നെ. ഒന്നും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇപ്പം നേരത്തിൽ മുറിച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ച് സെറ്റാക്കിയിട്ട് മതി മുറിച്ചെടുക്കാനൊക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.